അസർബൈജാനിൽ വന്നിട്ട് സംസ്കൃതം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഞെട്ടുമോ? എന്നാൽ ഞാനും ഒന്ന് ചെറുതായിട്ട് ഞെട്ടി. അസർബൈജാൻ ക്യാപിറ്റലായ ബാക്കുവിൽ സുറാഖനി എന്ന് പറയുന്ന വില്ലേജിലാണ് ഈ അസ്തഷ്ഗ ഓഫ് ബാക്കു അല്ലെങ്കിൽ ഫയർ ടെമ്പിൾ ഓഫ് ബാക്കു സ്ഥിതി ചെയ്യുന്നത്. ഫയർ ടെമ്പിൾ മാത്രം വിസിറ്റ് ചെയ്യാനാണെങ്കിൽ 9 അസർബൈജാനി മന്നത്ത്. ഒരു മന്നത്തെന്ന് പറയുന്നത് നാട്ടിലെ 52 രൂപയാണ്. പക്ഷേ ഈ ഫയർ ടെമ്പിളും ഫയർ മൗണ്ടനുണ്ട്, അതും കൂടെ വിസിറ്റ് ചെയ്യാനാണെങ്കിൽ 15 മന്നത്ത്. ഇത് ഒലീവ് മരമാണ് കേട്ടോ. ഇവിടെ ഭയങ്കര കോമൺ ആയിട്ട് ഫുഡിൽ നമുക്ക് ഒലീവ്സ് കാണാം. ഈ കാണുന്ന ഒരു സാൻസ്ക്രിത് ഇൻസ്ക്രിപ്ഷനാണ് കേട്ടോ. ഫയർ ടെമ്പിളിൽ മൊത്തം 17 ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. അതിൽ 14 ഹിന്ദുയിസവും 2 സിക്കിസവും 1 പേർഷ്യൻ ഇൻസ്ക്രിപ്ഷനുമാണ് നമുക്ക് കാണാൻ പറ്റുക. പണ്ട് കാലത്ത് തുടർച്ചയായിട്ട് അവിടെ തീ കത്തിയിരുന്നു, കാരണം ഇവിടെ ഒരുപാട് നാച്ചുറൽ ഗ്യാസ് സോഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കാണുന്നത് ആർട്ടിഫിഷ്യലാണ്. അവിടെ 2 സിക്കിസം ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. ഈ കാണുന്നത് ഗുരു ഗ്രന്ഥ് സാഹിബിലെ ഒരു ഇൻസ്ക്രിപ്ഷനാണ്. സൊറാസ്ട്രിയൻസും ഹിന്ദുസും സിക്കിസവും ഒക്കെ വർഷിപ്പ് ചെയ്തൊരു സ്ഥലമാണ് ഈ ബാക്കു ഫയർ ടെമ്പിൾ. 17 അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടിലാണിത് ബിൽഡ് ചെയ്തത് എന്നാണ് വിശ്വാസം. 19-ാം നൂറ്റാണ്ടിൽ ചുറ്റുപാടും നാച്ചുറൽ ഗ്യാസ് പ്ലാന്റ് ഒക്കെ വരികയും അപ്പോൾ ഈ ഗ്യാസ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. 1969 അവിടെ ഉണ്ടായിരുന്ന തീനാളം പൂർണ്ണമായിട്ട് കിട്ടുപോവുകയും ചെയ്തു. സൊറാസ്ട്രിയനിസം അല്ലെങ്കിൽ ഹിന്ദുയിസത്തിൽ വർഷിപ്പ് ചെയ്യുന്നതാണ് ഫ്ലെയിം. ഈ അസ്തേഷ് എന്ന് പറയുന്ന പേർഷ്യൻ വേർഡിൻ്റെ തന്നെ അർത്ഥം തീ എന്നാണ്. 2007 സ്റ്റേറ്റ് ഹിസ്റ്റോറിക്കൽ ആർക്കിടെക്ചർ റിസർവായിട്ട് അത് പ്രഖ്യാപിക്കപ്പെട്ടു. ബാക്കുവിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരണം.